എല്ലാവർക്കും നമസ്കാരം. സക്സസ്ഫുൾ ലൈഫ്. ആരാണ് യഥാർത്ഥ ജീവിത വിജയികൾ? ആരാണ് സന്തോഷകരമായി ജീവിതം നയിക്കുന്നവർ? അങ്ങനെയുള്ളവരാകാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് ഇന്നത്തെ വിഷയം. നന്നായി ജീവിതം നയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ജീവിതത്തിൽ ധാരാളം പ്രോസ് ആൻഡ് കോൺസ് എപ്പോഴും സംഭവിച്ചേക്കാം. ഏത് സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ലൈഫ് വളരെ വേണ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വാല്യുബിളായ കാര്യത്തിന് വേണ്ടി ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഓരോരുത്തർക്കും അവരുടേതായ ഡ്രീംസ്, സ്വപ്നങ്ങൾ ഉണ്ടാകും, അല്ലേ? ആ സ്വപ്നങ്ങൾ എഫേർട്സ് എടുത്തിട്ട് എന്ന് പറയാനുള്ള കാരണം അല്ലാതെ ഒരു ലക്ക് കൊണ്ട്, ഒരു ഭാഗ്യക്കുറി അടിച്ചത് കൊണ്ട് വിജയിച്ചാൽ പോരാ എന്നർത്ഥം. അങ്ങനെ എഫേർട്സ് എടുത്തിട്ട് അവരുടെ ഡ്രീംസ് സാക്ഷാത്കരിക്കുമ്പോഴാണ് അദ്ദേഹം ജീവിതത്തിൽ വിജയിക്കുന്നത്. നമ്മുടെ മനസ്സ് നമ്മളോട് എന്താണോ പറയുന്നത്, ആ പറയുന്നത് എന്താണോ ആ വഴിയിലേക്ക് നമ്മൾ നീങ്ങുക. അല്ലാതെ ഒരാൾ ഒരു ഡോക്ടർ ആകണമെന്ന് വിചാരിച്ചിട്ട് വല്ല എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടോ അല്ല മറ്റ് വല്ല കാരണങ്ങൾ കൊണ്ടോ വേറെ ലൈനിലേക്ക് മാറിപ്പോകരുത് എന്നർത്ഥം. പിന്നെ ഇതിനെപ്പറ്റി വേറെ ഒരാളോടും അഭിപ്രായങ്ങൾ ചോദിക്കാൻ പോകരുത്. യു ആസ്ക് യുവർ സെൽഫ്, വാട്ട് ക്യാൻ ഐ ഡു ടു സക്സീഡ് ഇൻ മൈ ലൈഫ് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. അതുപോലെ തന്നെ ഇത് മറ്റൊരാൾ ചെയ്തതാണ്, അത് അദ്ദേഹം പരാജയപ്പെട്ടതാണ്, അതല്ല മറ്റൊരാൾ ചെയ്തിട്ട് ഇത് വിജയിച്ചതാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ കംപ്ലീറ്റ് ഒഴിവാക്കി നിങ്ങൾ ഉദ്ദേശിച്ച ജോലി അല്ലെങ്കിൽ പ്രൊഫഷൻ എന്താണോ അതുമായിട്ട് തന്നെ മുമ്പോട്ട് പോവുക. അത് എന്ത് ജോലിയാണെങ്കിലും നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത്, ഡോക്ടർ, എൻജിനീയേഴ്സ്, IT, ബിസിനസ്, സ്പോർട്സ്, ഫാർമർ, സിംഗർ, വാട്ട് എവർ ഇറ്റ് മേ ബി. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ആ ജോലിയിൽ ലോകം മുഴുവൻ നിങ്ങളെ കുറ്റം പറയുന്നതാണെങ്കിലും നിങ്ങളതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതം സന്തോഷകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ജീവിതത്തിൽ ഹാർഡ് വർക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ ജീവിതം വിജയിക്കണമെങ്കിൽ ഹാർഡ് വർക്ക് അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ഈ ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പത്തെ ബോസ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി, ആ ജോലിക്ക് കിട്ടുന്ന സാലറിക്ക് അനുസരിച്ചേ ഞാൻ ജോലി ചെയ്യുകയുള്ളൂ എന്നുള്ള പിടിവാശി ഒഴിവാക്കി ശമ്പളം പിന്നാലെ വന്നോട്ടെ, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റ് മാത്രം മനസ്സിൽ ഒതുക്കി ഹാർഡ് വർക്ക് ചെയ്യുക. 10,000 സാലറി കിട്ടുന്ന ഒരാൾ 20,000 സാലറി കിട്ടുന്ന ആളുടെ ജോലി ചെയ്യുക. നിങ്ങളുടെ 20,000 അല്ല 30,000, 40,000 പിന്നാലെ വന്നോളൂ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും. ഇത് എനിക്ക് അനുഭവമാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം, നമ്മൾ ഓട്ടോമാറ്റിക്കലി എക്സ്പീരിയൻസ് കൂടുകയാണ്, അറിവുകൾ കൂടുകയാണ്, നമ്മളുടെ ഇൻ്റലക്റ്റ് വർദ്ധിച്ചു വരികയാണ്, ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിച്ച സാലറിക്ക് അപ്പുറത്തെ സാലറി ഇന്നല്ലെങ്കിൽ നാളെ വന്നിരിക്കും, ഷുവർ. അത് പ്രകൃതി നിയമമാണ്. ഇഫ് യു പേ ഇനഫ് അറ്റൻഷൻ ദ യൂണിവേഴ്സ് ഓപ്പൺ ഇറ്റ്സ് ഡോർസ് എന്താ പറയുന്നത്? നമ്മൾ ഈ പോളോ കൊയ്ലോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ദി അൽക്കമിസ്റ്റ് എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. അതായത്, when you really want something to happen, all the universe conspire in helping you to achieve it. നിങ്ങളൊരു കാര്യത്തിന് വേണമെന്ന് വിചാരിച്ചിറങ്ങിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളെ സഹായിക്കാനായിട്ട് ഗൂഢാലോചന നടത്തുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ ജീവിതത്തിനൊരു വിജയം ഉണ്ടാകണമെങ്കിൽ, ഒരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ, ആ വിജയം കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകുമ്പോഴാണ് ആ വ്യക്തി ജീവിതത്തിൽ
ഒരു യഥാർത്ഥ വിജയിയായി മാറുന്നതും മറ്റുള്ളവർ അദ്ദേഹത്തെ സ്മരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ധാരാളം മഹാന്മാരെ നമുക്ക് കാണാൻ സാധിക്കും, ഇല്ലേ? അപ്പോൾ ഫൈനലി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുവാനുള്ളത്, നമ്മളുടെ ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്ന ഈ കുറഞ്ഞ കാലയളവിലുള്ള ഈ ഒരു ജീവിതം കൊണ്ട് നമ്മളുടെ ജീവിതം ഒരു അർത്ഥമുള്ളതാക്കുക, മറ്റുള്ളവർക്ക് കൂടി പ്രയോജനമാകുന്ന ഒരു ജീവിതം നയിക്കുക, വരാൻ പോകുന്ന ജനറേഷന് കൂടി അതൊരു പ്രയോജനമായിരിക്കുന്ന ഒരു ലൈഫായിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ജീവിതം സന്തോഷകരമാവുകയും മറ്റുള്ളവർ നമ്മെ തിരിച്ചറിയുകയും നമ്മെ സ്മരിക്കുകയും അൾട്ടിമേറ്റ്ലി ദൈവത്തിൽ നിന്ന് നമുക്ക് എന്നും അനുഗ്രഹമുണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ധന്യമായ ജീവിതം നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ ബൈ ഫ്രം MV മോട്ടിവേറ്റ്.